ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. IPL ലോ സ്കോറിംഗ് ഗെയിംസ് അത്ര ഇൻട്രസ്റ്റിംഗ് ആവില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പഞ്ചാബ് വേഴ്സസ് KKR മത്സരം വരുന്നത്. 111 പോലൊരു ടോട്ടൽ അവിടെ പഞ്ചാബ് ഡിഫെൻഡ് ചെയ്യുകയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ലോ സ്കോർ ഡിഫെൻഡ് ചെയ്തൊരു ടീമായി മാറിയിരിക്കുകയാണ് പഞ്ചാബ്. ഇതിനു മുമ്പ് ചെന്നൈയുടെ 116 റൺസാണ് ഡിഫെൻഡ് ചെയ്ത ഏറ്റവും ചെറിയ സ്കോർ എന്ന് പറയുന്നത്. അത് പഞ്ചാബിനെതിരെയായിരുന്നു. ഇന്ന് അവിടെ പഞ്ചാബ് ചരിത്രം തിരുത്തി എഴുതുകയാണ്. KKRനെതിരെ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ പഞ്ചാബിന് ഓപ്പണിംഗ് സൈഡിൽ പ്രിയാൻ ഷാരിയും അതോടൊപ്പം തന്നെ പ്രവിസിമ്രാൻ സിംഗും കൂടെ മികച്ചൊരു സ്റ്റാർട്ടിങ്ങാണ് നൽകിയത്. അവരുടെ ആ ഒരു പാർട്ണർഷിപ്പ് കണ്ടപ്പോൾ മികച്ച രീതിയിൽ പോകുമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് വന്ന മിഡിൽ ഓർഡർ താരങ്ങൾക്ക് ആർക്കും തന്നെ തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മികച്ച രീതിയിൽ തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവിടെ ബോളിംഗ് സൈഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ടുണ്ടായിരുന്നത്. 111 പോലൊരു ടോട്ടൽ ഉറപ്പായിട്ടും കൊൽക്കത്ത ചേസ് ചെയ്യുന്നു തന്നെയാണ് വിചാരിച്ചിരുന്നത്. അവിടെ വൈബറോറ മാത്രമാണ് കൊൽക്കത്തൻ സൈഡിൽ അല്പം എക്കോണമി ഹൈ ആയി പോയത്. ബാക്കി എല്ലാ ബോളേഴ്സും മികച്ച രീതിയിൽ തന്നെ ലൈക്ക് അവിടെ സുനിൽ നരയിലാണെങ്കിലും അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ആൻഡ്രിഷ് നോർജി ഇവരൊക്കെ ആണെങ്കിലും എക്കോണമി അടിപൊളിയായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ KKRന്റെ ആദ്യത്തെ നിമിഷങ്ങൾക്കകം തന്നെ അവിടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു. സുനിൽ നരേൻ്റെയും അതോടൊപ്പം തന്നെ ക്വിൻ്റൻ ഡിക്കോക്കിനെ. ഈ ഒരു സമയത്ത് KKRനെതിരെ പഞ്ചാബ് ഗെയിം കളിയിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുന്ന സമയത്താണ് അങ്കിഷ് വംശിയുടെയും രഹാനയുടെയും ആ ഒരു പാർട്ണർഷിപ്പ് വരുന്നത്. അവിടുന്ന് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സമയത്ത് പിന്നെയും പഞ്ചാബ് ഗെയിം തിരിച്ചു പിടിക്കുകയാണ്. അതിനുശേഷം കണ്ടത് ഒരു കിടിലൻ മാച്ച് തന്നെ പറയാം. ഇതിനിടയ്ക്ക് മികച്ച രീതിയിൽ ബോൾ ചെയ്ത ചഹലിനെ അവിടെ റസലിനെ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ആ ഒരു ഓവറിൽ 2 സിക്സും 1 4 കൂടി റസൽ അടിക്കുന്നു. ഗെയിം അവരുടെ കൈവരുതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് തീരുമാനിക്കുന്നു. ആ ഒരു സമയത്താണ് ഇപ്പോഴത്തുനിന്ന് വന്ന് കിടിലായിട്ട് ജാൻസനും അതോടൊപ്പം തന്നെ അർഷ്ദീപിൻ്റെ ഓവർ വരുന്നത്. അർഷ്ദീപ് ഒരു മെയ്ഡൻ ഓവറും വിത്ത് വിക്കറ്റ് വിടുന്നു. അതോടൊപ്പം തന്നെ അവസാനം വന്ന ജാൻസൺ ആണെങ്കിൽ അവിടെ റസലിൻ്റെ വിക്കറ്റും പിഴുതെറിയുന്നു. ആൻഡ് അവിടെ പഞ്ചാബിന് വിജയം കൊയ്തെടുക്കാൻ സാധിക്കുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലിംഗ് മാച്ച് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. അടിപൊളിയായിരുന്നു. ഇത്രയും ലോ സ്കോറിംഗ് ഗെയിം ഇത്ര ത്രില്ലിംഗ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്തായാലും ബാറ്റ്സ്മാൻമാരുടെ മാത്രം ഗെയിമായി പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഗെയിമിനെ പതുക്കെ ബോളർമാരുടെ ഗെയിം ആക്കിയത് സന്തോഷമുണ്ട്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ കണ്ടറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.